ഫിലാഡൽഫിയ ഇടനാഴി ഇസ്രായേലിന് വേണം. ഈജിപ്തുമായും ഇസ്രായേൽ കൊമ്പ് കോർക്കുകയാണ്. വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് യഥാർത്ഥത്തിൽ ഫിലാഡൽഫിയ ഇടനാഴി മാറിയിരിക്കുകയാണ്. ഗസയിലേക്ക് നേരിട്ട് ഇസ്രായേലിന്റെ അനുവാദമില്ലാതെ പ്രവേശിക്കാൻ പറ്റിയ ഒരു ഇടനാഴിയാണ് ഫിലാഡൽഫിയ ഇടനാഴി. അതിന്റെ നിയന്ത്രണം 1967 ശേഷം ഇസ്രായേലിന്റെ കൈവശത്തിൽ തന്നെയാണ്. അപ്പോൾ ഗസയിൽ നിന്ന് ഇസ്രായേലിന്റെ അനുമതി ഇല്ലാതെ ഒരു പ്രദേശത്തേക്കും ഫലസ്തീനികൾക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല, ഈ വഴിയിലൂടെ അല്ലാതെ. അപ്പോൾ ഈ വഴിയിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എന്താ ചെയ്യാൻ പറ്റും? ഇസ്രായേലിന്റെ അനുവാദമില്ലാത്ത രീതിയിൽ ഈജിപ്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഈജിപ്തും ഗസയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്നത് ഈ വഴിയിലൂടെയാണ്. ഈ വഴി അടക്കപ്പെടണമെന്നും ഇതിന്റെ നിയന്ത്രണം ഇസ്രായേലിന് വേണമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അത് അനുവദിച്ചു തരാൻ പറ്റില്ല എന്നുള്ള നിലപാട് കർക്കശമായി തന്നെ ഇസ്രായേലും പറഞ്ഞിരിക്കുന്നു. യുദ്ധത്തോടനുബന്ധിച്ച് ഇതിന്റെ ചില ഭാഗങ്ങൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ അവർ പിടിച്ചെടുക്കുകയും അതിലൂടെ തന്നെ വലിയ രീതിയിലുള്ള പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അവർ ഇളവ് നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് UN സഭ പോലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ ഇത് അടക്കുന്ന സമയത്ത് ഇതിന് ഇസ്രായേൽ പറയുന്ന കാര്യം ഈ വഴിയിലൂടെയാണ് ഹമാസിന്റെ ആളുകൾ ആയുധക്കടത്ത് നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് പറയുന്ന കാര്യം ഒരു നിലക്കും ആ വഴിയിലൂടെ ആയുധക്കടത്ത് നടത്താൻ വേണ്ടി സാധിക്കില്ല, ഞങ്ങളോട്ട് സമ്മതിക്കുകയില്ല, അങ്ങോട്ട് ഉണ്ടാവാറില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇസ്രായേൽ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ഈജിപ്തിന്റെ അഭിപ്രായം. ഈ രണ്ട് അഭിപ്രായങ്ങളുമാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നത്. ഈ വിഷയത്തോടനുബന്ധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഗസയുടെ പൂർണ്ണ നിയന്ത്രണത്തിന്റെ ഒരു ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഫിലാഡൽഫിയ ഇടനാഴിയാണ്. അതിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് വേണം, തങ്ങൾ പിടിച്ചെടുക്കുന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മുൻപ് വെച്ച് 6 ആഴ്ചത്തെ ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞാൽ 6 ആഴ്ചകൾക്കുള്ള വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ്. അതിന് കുറച്ച് നിർദ്ദേശ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 6 ആഴ്ചക്കിടയിൽ ബന്ദികളുടെ പൂർണ്ണ മോചനം ഉണ്ടാവണം. തത്തുല്യമായിരിക്കുന്ന പലസ്തീന്റെ മോചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗസയിൽ നിന്ന് തങ്ങൾ പിന്മാറുകയില്ല, തങ്ങളുടെ സൈനിക ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. 6 ആഴ്ച കഴിഞ്ഞാൽ യുദ്ധം വീണ്ടും തുടരും. ഹമാസിനെ ഇല്ലാതാക്കുന്നവരെ തങ്ങളുടെ സൈനികർ അവിടെ തുടരുന്നതാണ്. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് സംവിധാനത്തെ യാതൊരു തരത്തിലും അംഗീകരിക്കില്ല. വടക്കൻ ഗസയിൽ നിന്ന് ഓടിപ്പോയിരിക്കുന്ന ഫലസ്തീനുകളായിരിക്കുന്ന ആളുകൾക്ക് സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വരാൻ, വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്കോ തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പോയിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീനികൾ അവരുടേതായിരിക്കുന്ന ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി വേണം എന്ന് ഏപ്രിൽ മാസത്തിലുള്ള ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഹമാസ് പറഞ്ഞതാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല, അവർ ഉള്ളിടത്ത് നിൽക്കട്ടെ എന്ന തരത്തിലാണ്. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ നൽകിയിരിക്കുന്ന മരുന്നുകളൊക്കെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞതാണ്. അതിനൊന്നും കൃത്യമായ രീതിയിലുള്ള മറുപടികൾ ഈ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്തണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന അഭിപ്രായമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കേണ്ട എന്ന അഭിപ്രായമാണ്. അവർ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. അതിന്റെ കാര്യം എന്ന് പറയുന്നത് യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവും. അവിടെ ഒരു ഗവൺമെന്റ് സംവിധാനം നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ് എന്നതിനാൽ യുദ്ധം തുടരുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പോംവഴി എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് കണക്ക് കൂട്ടുന്നു എന്ന കാര്യങ്ങളും ഇതോടനുബന്ധിച്ച് അഭിപ്രായം വന്നതാണ്. 1967 യുദ്ധാനന്തരത്തിന് ശേഷം ലബനാൻ വളരെ കൃത്യമായ രീതിയിൽ പറയുന്ന ഒരു നിലപാടും വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അത് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചെടുക്കപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഭൂപ്രദേശം പിടിച്ചെടുത്ത് 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് സിറിയൻ്റെത് പോയിട്ടുണ്ട്, ലെബനാന്റെ പോയിട്ടുണ്ട്, ഈജിപ്തിൻ്റെത് പോയിട്ടുണ്ട്. 4 രാജ്യങ്ങളുടെ ഭൂമികളെങ്കിലും, ജോർദാന്റെ അടക്കം 4 രാജ്യങ്ങളുടെ ഭൂമികളെങ്കിലും ഇസ്രായേൽ അന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അവർ അതിർത്തി വെച്ചുകൊണ്ട് അവരുടെ ഭൂപ്രദേശത്തേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ഭൂമി പോയത് യഥാർത്ഥത്തിൽ ജോർദാന്റെ ഭാഗത്തു നിന്നാണ് എന്നാണ് പറയപ്പെട്ടത്. പിന്നെ സിറിയയുടെ ഭാഗത്തു നിന്നാണ്. ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചർച്ചയിൽ വന്നതാണ്. പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങൾ അങ്ങനെ തന്നെ ഇസ്രായേൽ വിട്ടുകൊടുക്കണം. ആ വിട്ടുകൊടുക്കുന്നത് വരെ തങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി. കാര്യമെന്ന് പറയുന്നത് ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചാൽ പോലും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കില്ലെന്ന് ഏറെക്കുറെ അവർ പറയുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ എല്ലാവിധ അതിർത്തി ഭാഗങ്ങളും ഗസയുമായിട്ട് ബന്ധപ്പെട്ട പരമാവധി അതിർത്തി മേഖലയൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഇസ്രായേൽ പഠനം നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടും
ഈജിപ്തിൽ നിന്ന് ഗസയിലേക്ക് കടത്തുന്ന ആയുധങ്ങളെക്കുറിച്ചോ അതിന്റെ റൂട്ടുകളെക്കുറിച്ചോ കൃത്യമായ രീതിയിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. ബങ്കറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയത്തിൽ ഇസ്രായേൽ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് എണ്ണത്തിൽ വെള്ളം കയറ്റിയിട്ടുണ്ട്, വെള്ളം ചീറ്റിപ്പോയി, അതിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ റിപ്പോർട്ട് ചെയ്തതാണ്. അതോടനുബന്ധിച്ച് തന്നെ പലതും വ്യാജ തുരങ്കങ്ങളാണ്. അതുകൊണ്ട് ഏതാണ് ഒറിജിനൽ ഏതാണ് വ്യാജമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല. പല തുരങ്കങ്ങളിലെ സ്ഫോടനം വെച്ച് കണ്ട് തകർത്തു. 120ഓളം അങ്ങനെ സ്ഫോടനത്തിൽ ഈ തുരങ്കങ്ങൾ തകർത്തതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ്. എന്നാൽ 1000-ലധികം തുരങ്കങ്ങൾ ബാക്കിയുണ്ട്. 500 കിലോമീറ്റർ അധികം വൈദൂരമുള്ള രൂപത്തിലാണ് വിശാലമായ രീതിയിൽ ഈ തുരങ്കപാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു തുരങ്കത്തിന്റെ അകത്തേക്ക് കയറിയാൽ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ പിന്നെ എത്തുക എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിലുള്ളത്. അങ്ങനത്തെ വിപുലവും വ്യാപകവുമായിരിക്കുന്ന തുരങ്കങ്ങളുടെ ശ്രേണി ഗസയ്ക്കകത്ത് ഉണ്ടാക്കിയിട്ടും അത് ഇസ്രായേൽ അറിയാതെ പോയി എന്നുള്ളത് വലിയ രീതിയിലുള്ള അത്ഭുതകരമായിട്ട് തന്നെ നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ രഹസ്യമായ രീതിയിൽ നിരീക്ഷിക്കാനും കണ്ടെത്താനും സാധിക്കുന്ന മൊസാദ് എന്ന് പറയുന്ന സൈനിക വിഭാഗം അല്ലെങ്കിൽ തന്ത്രശാലികളായിരിക്കുന്ന ആ വിഭാഗത്തിന് പോലും യഥാർത്ഥത്തിൽ അവരുടെ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അവരുടെ അധിനിവേശത്തിലുള്ള ഗസ പ്രദേശത്ത് 500-ലധികം കിലോമീറ്റർ വൈദൂരത്തിൽ ഇത്രയും തുരങ്കങ്ങൾ സൃഷ്ടിച്ചിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേട് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേലിനുണ്ട്. അപ്പോൾ അതെല്ലാം ദുരൂഹീകരിക്കാനും അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വൈപ്രദേശങ്ങൾ അവകാശം ചോദിച്ചുകൊണ്ട് അവർ ഈ കാര്യം ഈ മധ്യസ്ഥർ മുഖാന്തരം ഈ പറഞ്ഞത് ഈ ഫിലാഡൽഫി ഇടനാഴി ഞങ്ങളുടെ അവകാശത്തിൽ പെട്ടതാണ് എന്നവർ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്കതിന് അവകാശം വേണം, അതിന് നിയന്ത്രണം ഞങ്ങളുടെ കൈവശത്തിലാണ്, കൊടുക്കുകയില്ല എന്ന തരത്തിൽ അവർ പറഞ്ഞതോടുകൂടി ഇനി ഈ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ടത് എവിടെ അവസാനിക്കും എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവുന്നത് ഇറാന്റെ ഭീഷണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് സമയത്താണ് യുദ്ധം ഉണ്ടാവുക, ഏത് തരത്തിലാണെന്ന് പറയാൻ പറ്റില്ല. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാർക്കും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന രാജ്യ സന്ദർശനമൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്തും സന്ദർശിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പത്രസമ്മേളനമോ പത്രങ്ങൾക്ക് അഭിമുഖം നൽകുന്നത് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ള മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ അകത്ത് എന്തെങ്കിലും അക്രമകാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു പറയാൻ പറ്റാത്തല്ല അറിയാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തീരുമാനിച്ചത് എങ്കിലും ഇവിടുത്തെ ഇറാൻ എന്ന് പറയുന്ന വലിയ ഒരു രീതിയിലുള്ള പ്രതിരോധ സംവിധാനം ഉള്ളതുകൊണ്ട് അവർ വലിയ ഭയപ്പാടിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതോടുകൂടി വളരെ എളുപ്പത്തിൽ ഗസ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഗസ കീഴടക്കാനോ സാധിക്കും എന്നൊരു വിലയിരുത്തൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ടായിരുന്നു. ആ സമയത്താണ് പരസ്യമായി തന്നെ ഇറാൻ മുന്നോട്ട് വന്നത്. ഇറാനിൽ അത് അവസാനിക്കുന്നില്ല. റഷ്യ വലിയ രീതിയിൽ ആയുധ സഹായങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ചൈന നൽകാനുള്ള സാധ്യതകൾ പറയുന്നു. ഇനി രഹസ്യമായ രീതിയിൽ ചൈന നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ലോക ഈ യുദ്ധത്തിന്റെ ആരംഭമായിട്ട് തന്നെ ഇതിനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനുള്ള ഒരു അവസാന ശ്രമം, അതായത് യുദ്ധമില്ലാതാക്കാനുള്ള അവസാന ശ്രമം യൂറോപ്യൻ യൂണിയൻ നടത്തുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ യുദ്ധമില്ലാത്ത യുദ്ധവിരാമമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളാണ് ഇതിന്റെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾ കൃത്യമായ രീതിയിൽ അവരിപ്പോൾ പറയുന്നില്ലെങ്കിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കക്കെതിരെ അവർ നിൽക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് അമേരിക്കക്കുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പും സാമ്പത്തിക വിഷയവും രാഷ്ട്രീയ സ്വാധീനങ്ങളും ആയുധവും സായുധവുമായിരിക്കുന്ന വിഷയത്തിനൊക്കെ സാരമായി അത് ബാധിക്കും എന്നതിനാൽ അമേരിക്ക വലിയ രീതിയിൽ ഭയപ്പാടാണ് ഈ കാര്യത്തിൽ. അപ്പോൾ ഫിലാഡൽഫിയ ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്ത് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു. തങ്ങളുടെ ഭൂപ്രദേശമാണ് 967 തങ്ങളുടെ കൈവശത്തിലുള്ള പ്രദേശം തന്നെയാണ്, അത് വിട്ടുതരാൻ തയ്യാറല്ല. ആ കാര്യത്തെപ്പറ്റി ചോദിക്കാൻ വേണ്ടി പാടില്ല, അത് തങ്ങളുടെ അതിർത്തിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിഷയങ്ങൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളും ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനോട്. എന്നാൽ ഇതിൽ അമേരിക്ക ഇടപെടുമോ, അമേരിക്ക ഇതിലെതിരെ സമ്മർദ്ദം ചെലുത്തുമോ എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. അങ്ങനത്തെ വലിയ വിഷയങ്ങൾ ഈ ഫിലാഡൽഫിയ ഇടനാഴിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിലനിൽക്കുന്നു. അതൊരു കൃത്യമായ രൂപത്തിലായിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുമായിട്ട് ഈജിപ്ത് ഉടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും ഇറാൻ കണക്ക് കൂട്ടുന്നു. അങ്ങനെ ഉടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് വഴിയും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നിലവിൽ ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്നത് ഒന്ന് സിറിയയാണ്, സിറിയ ഇറാനോടൊപ്പമാണ്. മറ്റൊന്ന് ലെബനാനാണ്, ലെബനാൻ ഇറാനോടൊപ്പം
ഇറാനോടൊപ്പമാണ്. ഈജിപ്തും ജോർദാനും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇറാനോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല. ഈജിപ്ത് ഈ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ, ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ അവരുടെ രാജ്യത്ത് നിന്ന്, ഇറാന്റെ രാജ്യത്ത് നിന്ന് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കേണ്ട സ്ഥിതിവിശേഷമൊന്നും ആവശ്യമില്ല. ഈ 3 രാജ്യത്തിന്റെ അതിർത്തിയിലൂടെയും ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനത്തെ ഒരു തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കങ്ങളും ഇറാൻ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും ഏറെക്കുറെ ഇത് എങ്ങോട്ട് പോകുന്നു, എവിടെ എത്തും എന്നുള്ളത് വല്ലാതൊന്നും വൈകാതെ മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ നമ്മൾക്ക് സാധിക്കുന്നതാണ്.